ഗെയ്സ് നമ്മളങ്ങനെ അമേരിക്കയിൽ ആദ്യമായിട്ടൊരു ഡാം കാണാൻ വേണ്ടി പോവുകയാണ്, അതും ന്യൂയോർക്കിൽ. അപ്പോൾ നമുക്ക് പോകാം. ഡാമിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത്. ഇപ്പോൾ ഇതേ ഫുള്ള് പച്ചപ്പായി പൂക്കളായി, എവിടെ നോക്കിയാലും പൂക്കളാണ്. ഇത് കണ്ട നല്ല ഭംഗിയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മാൻ വന്നിട്ടുണ്ടായിരുന്നു. മാൻ എപ്പോഴും വരും, പക്ഷേ ഞങ്ങൾ റൂമിൽ ഇരിക്കുമ്പോഴത്തേനും ഞാൻ വെറുതെ ഇങ്ങനെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദേ ഇവിടെ അല്ലതേൽ അവിടെ ആയിട്ട് ഇങ്ങനെ മാൻ വന്നിട്ട് ഇങ്ങനെ ആ പുല്ല് തിന്നുകൊണ്ടിരിക്കണമായിരുന്നു. ഞാൻ സൂം ചെയ്ത് ചെറിയായിട്ട് കാണാം. ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. അതുപോലെ ഫേസ്ബുക്കും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മളതിൽ നമ്മുടെ ട്രാവൽ വീഡിയോസിൻ്റെയൊക്കെ ഫോട്ടോസുകളൊക്കെ ഷെയർ ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ, മറക്കരുത്. അപ്പോൾ നമുക്കിനി പോകാം. എന്തായാലും റൂമിൽ നിന്ന് കണ്ട ആ മാനിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടില്ലേ, ആ നേരെ കാണാണ്. സൂം ചെയ്ത് നോക്കിയാലാണ് കാണാൻ പറ്റുള്ളൂ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാട്ടോ ആ മാന് പുല്ല് തിന്നണത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാറില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേനും ഇതങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ടാകും. കുറച്ച് നേരമൊക്കെ ഉണ്ടാവാറുള്ളൂ. അതും എപ്പോഴും ഉണ്ടാവാറൊന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ എപ്പോഴും അതിനു വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കണം. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ റൂമിലിരുന്ന് കാണുക എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണല്ലേ. ഇവിടെയൊക്കെ മാനിനെ കാണുക എന്ന് പറയുന്നത് അത്ര വലിയ അതിശയമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എങ്കിലും മലയാളികൾക്ക് മാൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു അതിശയം തന്നെയാണല്ലോ അല്ലേ. നമ്മളിവിടെ മിക്ക യാത്രക്കിടയിലും റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യണതും റോഡിൻ്റെ സൈഡിൽ നിൽക്കണതും ചിലപ്പോൾ ഇങ്ങനെ ജീവനില്ലാതെ റോഡിൽ ഇങ്ങനെ കിടക്കണതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയായിട്ടൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിന് ക്യാരറ്റ് കൊടുക്കണതൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ ഇതിങ്ങനെ വരിക, അതുപോലെ തന്നെ നമ്മൾ റൂമിലിരുന്ന് ഇതിനെ കാണുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്കിനി നേരെ ഡാമിലേക്ക് പോകാം. നമ്മൾ പോകുന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്. അതിൽ സിറ്റി ഭാഗത്തൊന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡാം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഒരു കാട് പോലത്തെ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. മലയുടെ മുകളിലേക്കൊക്കെ നമ്മൾ കയറണം. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ എയർപിൻ വഴി ഇങ്ങനെ മലയുടെ മുകളിൽ കയറുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല കേട്ടോ ഇവിടെ. ഇവിടുത്തെ റോഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകൾ തന്നെയായിരിക്കും. നമ്മൾ അറിയ പോലുമില്ല മലയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. പിന്നെ മാത്രമല്ല, ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പതിവ് പോലെ തന്നെ പറയണ പോലെ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കൊടും കാടാണ് കേട്ടോ ഇത്. എങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അതിശയം തോന്നിക്കും കേട്ടോ. ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഈ ഒരു ഡാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ടിട്ടുള്ള ഡാമുകളിൽ പെട്ടതാണ് ഈ ഒരു ഡാം. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ഈ ഒരു ഡാമിന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇതേ വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീടുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഞാൻ പറയണ കണ്ടില്ലേ, ഈ കാടിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒറ്റയായിട്ടാണ് ഈ ഒരു വീടുകൾ. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരെയായിട്ടാണ് അടുത്ത വീടുകൾ വരുന്നത്. എന്തായാലും അടിപൊളിയല്ലേ. ഇതെങ്ങനെയാണ് ഇവരിങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ താമസിക്കണേന്ന് ചോദിക്കുമ്പോഴാണ് അതിശയം. ഇവിടെയും ഒരു കടയോ ഒന്നുമില്ല കേട്ടോ. വേറെ ഒരു മനുഷ്യനെ നമുക്കിവിടെ ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും നമ്മുടെ ഊട്ടി കൊടൈക്കനാലിലൊക്കെ ഉൾഭാഗങ്ങളിലൂടെയൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരത്തെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല മനോഹരമായിട്ടുള്ള വഴികളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ഈ പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കണത്. അല്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കില്ലായിരുന്നു. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വീടുകളായതുകൊണ്ടേ അത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നണില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇങ്ങോട്ട് കുറച്ചും കൂടെ വന്നപ്പോഴത്തേനും അടുപ്പിച്ചായിട്ടാണ് വീടുകളൊക്കെ. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കാറുകളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു വഴിയായിരുന്നു കേട്ടോ ഇതൊക്കെ.
കുറേ നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാം എന്ന് പറയണത് അങ്ങനെ ആയിരിക്കുമല്ലോ, കാടിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഇത് വരുന്നത്. അങ്ങനെ ദേ ഇപ്പം നമ്മൾ ആ ഒരു ഡാമിൻ്റെ എൻട്രൻസ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എൻട്രൻസ് ഫീ $10. പക്ഷേ നമുക്ക് അങ്ങനെ എൻട്രൻസ് ഫീ ഒന്നും അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും നമുക്ക് പോലീസിനെ കാണാൻ സാധിക്കും കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റിയാണ് എവിടെ ചെന്നാലും. ആളുകളൊക്കെ ഇവിടെ തുടങ്ങിയേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ പേര് ഇതേ മലയുടെ മോളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നാണ്ടില്ലേ, അതൊക്കെ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വരാട്ടാ. മുകളിൽ ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് താഴെ വന്ന് ഈ ഡാമൊക്കെ കാണുക, എന്നിട്ട് തിരിച്ചു പോവുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആളുകൾ. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ നിറച്ച ആളുകളാണ് അത് നമുക്ക് കാണാൻ സാധിക്കുക. അടിപൊളി. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ആദ്യം തന്നെ പാർക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഞാൻ ഓർത്തിട്ടാ ഇത്രയും തിക്കും തിരക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. എന്തായാലും നല്ല കാലാവസ്ഥയുള്ള, പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിലാണ് ഇവിടെയൊക്കെ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കേസ് നമ്മളങ്ങനെ പാർക്കിലെത്തിയിരിക്കുകയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോടെ അത്യാവശ്യം നല്ല തിരക്ക്, നല്ല വൈബ്. അയ്യോ, നമ്മൾ വന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയിട്ടോ, ഒരു രക്ഷയില്ല. ഇത് രസമാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറക്ക് പോണ വഴിയില്ലേ, അതേപോലത്തെ ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനേലും അടിപൊളി കാട്, അടിപൊളി അടിപൊളി. പക്ഷെ പ്രശ്നം, പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാട്ടിലൊക്കെ വീടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ വീടൊന്നും ഉണ്ടാവില്ലല്ലോ കാടിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇവിടെ കാടിൻ്റെ ഉള്ളിലൊക്കെ വീടാണ്. അത് കാരണം അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഡാം പോയി കാണാം. നമ്മൾ ആദ്യം പോയത് ഡാമിൻ്റെ ഉള്ളിൽ മോൾ ഭാഗമില്ലേ, ബ്രിഡ്ജ്, അവിടെയാണ്ടോ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പിന്നെ അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല. അതിനേലും കൂടുതൽ വ്യൂ കിട്ടണത് താഴ്ഭാഗത്തായിരിക്കുമല്ലോ. അപ്പോൾ താഴെയാണ് ഈ ഒരു പാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ക്യാമ്പിങ്ങാണ് കേട്ടോ, ഫുള്ള് ഫുഡ് ഉണ്ടാക്കൽ, അതും ഇത് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോഴാണ് മക്കളെ അടിപൊളി വൈബിട്ടാ. ഇത് കണ്ടില്ലേ, ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഗ്രില്ല് ചെയ്യുക, ബെഡ്ഷീറ്റൊക്കെ കൂടുതൽ ഇങ്ങനെ വിരിച്ച് കിടക്കുക, വർത്താനങ്ങൾ പറയുക, കളിക്കുക, അങ്ങനെ പല പല പരിപാടിയാണ്. എല്ലാവരും ഓരോ മരത്തിൻ്റെ അടിയിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേനും ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഭയങ്കര തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നേക്കണത്. ഇത് കണ്ടില്ലേ, ഓരോ ഗ്യാങ്ങായിട്ടാണ് വന്നേക്കണത്. ഇതിൽ ഒട്ടുമുക്ക ആൾക്കാരും ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന്. പക്ഷേ ഒരു വേസ്റ്റാ, ഒരു സാധനങ്ങൾ അവിടെ ഇവിടെ ഇട്ടിട്ടില്ല. അവിടെ എന്ത് ക്ലീനായിട്ടാണെന്ന് അറിഞ്ഞാൽ കിടക്കണത്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ വന്നാലും ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ പാചകം ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കിടക്കാം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് കണ്ടില്ലേ, മരച്ചോട്ടിലൊക്കെ കിടന്ന് കാണിക്കണത്. ഇരിക്കുന്നു, കിടക്കുന്നു, നിസ്കരിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഉറങ്ങുന്നു, കളിക്കുന്നു, അങ്ങനെ പല പല പരിപാടികളും ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെറി ബ്ലോസം കാണാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അവിടെ എല്ലാവരും ഇങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, എല്ലാവരും സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണ്. വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. അതേ കണ്ടില്ലേ, അവിടെയൊക്കെ കിടക്കണം. എന്തൊരു വെയിലാണെന്ന് പറഞ്ഞാൽ, നട്ടാപ്രം വെയിലാണ്. അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ കാണുന്ന ഒരു ഗ്യാങ് കണ്ടില്ലേ, ഇത് അറബികളാണ് കേട്ടോ. മൊത്തം വന്നിട്ട് ഇത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കണേട്. എന്തോരോടെന്ന് പറഞ്ഞാൽ പല പല മീറ്റുകളൊക്കെ ആയിട്ട് ഫുള്ള് ഫാമിലിയും ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. ഇത് എന്തോ പാകിസ്ഥാനികളാണോ അതോ ഇനി വേറെ വല്ല രാജ്യക്കാരാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അറബികളാണ് കേട്ടോ ആയിരിക്കണത്. പിന്നെ പിള്ളേരൊക്കെ കൂടുതലും ഇങ്ങനെ കളിക്കണുണ്ട്, ബോളൊക്കെ ആയിട്ട് വന്ന്. നല്ല രസമാണല്ലോ ഇവിടെ, ഇങ്ങനെ തണലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബോളൊക്കെ തട്ടി കളിക്കുക. എന്തായാലും പിള്ളേർക്കും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ അല്ലേ.
ഇതാണ് വെള്ളച്ചാട്ടം. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പാർക്കിൻ്റെ അവിടെ തന്നെ വരണം. നമ്മൾ നേരത്തെ പോയത് ഇതേ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ മേളിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ വണ്ടി നിർത്താതെ ഇങ്ങോട്ട് വന്നത്. അടിപൊളിയല്ലേ, നല്ല അടിപൊളി വ്യൂ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമോ? ഡാമല്ലേ, അതുകൊണ്ടായിരിക്കണം. എന്തൊരു അടിപൊളി കാടാണെന്ന് പറഞ്ഞിട്ടും തീരടില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ പറയണ വല്ലതും കേൾക്കണ്ട, ഭയങ്കര സൗണ്ട് വെള്ളച്ചാട്ടത്തില്ല. ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെ ഡാമൊക്കെ കാണാൻ വന്ന് അവിടെ 2 ഫോട്ടോ എടുത്ത് തിരിച്ചു പോവുക, അങ്ങനത്തെ ഒരു രീതിയല്ല കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആ ഡാമിൽ ഇപ്പോൾ നമ്മൾ കണ്ട വെള്ളത്തിൻ്റെ അവിടെയല്ല, അത് കൂടാതെ കുറച്ചങ്ങോട്ട് നീങ്ങി നമ്മൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് ട്രക്ക് ചെയ്ത് പോവുക, എന്നിട്ട് ഡാമിൻ്റെ മുകളിൽ കയറുക, അങ്ങനെ പല പല പരിപാടികളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല. അപ്പോൾ ഇവരൊന്നും ഈ അടുത്ത കാലത്തും ഇങ്ങനെ തിരിച്ചു പോകണ മട്ടൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ അതേ ഇവിടെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഒരുപാട് ഫ്ലേവർ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ നമ്മളിതേ ഒരു ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് സാധാരണ അങ്ങനെ ഒരു നമ്മുടെ കോലൈസൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റായിരുന്നു. കേസ് നമ്മളങ്ങനെ അതേ ഇവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പാത്തു കളിക്കണില്ല, പാത്തു വലിയ കുട്ടിയായെന്ന് പറയണം അല്ലേ. ഐസ്ക്രീമിൻ്റെ തിരക്കിലായതുകൊണ്ട് കളിക്കണില്ല അത്ര. എല്ലാവരും ഫുള്ള് ഫുഡ് അടിയാണ് ഇവിടെ. ഇതിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട്, മുകളിലേക്കാണ് തോന്നണം, ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട്. ആൾക്കാരൊക്കെ നടന്നു വന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. ഉണ്ടോ, നടന്നു വന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടോ. അത് വന്ന് എനിക്ക് തോന്നാം അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് താഴെ നടന്നു തന്നെ ആളുകളത്. നമ്മളങ്ങനെ ഇവിടുന്ന് പോവേണ്. ഇവിടെ എല്ലാം കണ്ടു, കുറച്ച് നേരം ഇവിടെ ഇരുന്നു റിലാക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പോകാം. അടിപൊളി പ്ലേസ്. ആളുകളൊക്കെ ഫുഡൊക്കെ വെന്ത് വന്നുള്ളൂ, ചിക്കനൊക്കെ. ഇവരുടെയൊക്കെ ഫുഡ് വേവണുള്ളൂ. ചിക്കനൊക്കെ ചിക്കൻ എന്തൊക്കെയാണാവോ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കണം. എല്ലാവരും ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കളിക്കണുണ്ട്, കുളിക്കണുണ്ട്. ഇനി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാവോ? കേസ് നമ്മുടെ വണ്ടി ഇട്ട ഭാഗത്ത് നോക്കിക്കണ്ടേ. ഇതിലേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇറങ്ങിയാൽ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. നമ്മളെന്തായാലും ക്യാമ്പിംഗ് ഒന്നും നടത്താത്തതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂല്ലോ. ഇവരെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു പോകുള്ളൂ. മിക്കവാറും രാത്രിയാവും തോന്നണം തിരിച്ചു പോകാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ സമ്മറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണല്ലോ സൂര്യനൊക്കെ അസ്തമിക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാനും പറ്റും. പിന്നെ ഇവിടെ നല്ല സേഫാണ് കേട്ടോ. ഫുള്ള് പോലീസും കാര്യങ്ങളും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, വളരെ നീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണല്ലോ ഇവിടെ. അപ്പോൾ അതേ ഇവിടെ ഫുള്ള് അറബികളാണ് കേട്ടോ വന്നേക്കണത്. അതാണ് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ ഈ ഡാമിനോട് വിട പറഞ്ഞ് പോവുകയാണ്. എന്തായാലും അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരുപാട് ഫോട്ടോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അതൊക്കെ പോസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ അതിലൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാത്രി ആവാറായിട്ടുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് രാത്രി ഒന്നുമല്ല, ഏകദേശം ഒരു 7 മണി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡിന്നറും കൂടി കഴിക്കാം. അപ്പോൾ ഇവിടെയൊന്നും എന്തായാലും റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, ഇതൊരു ഉള്ളേരിയ ഉള്ള. ഇതൊക്കെ കടന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കണം, കാടൊക്കെ വിട്ട്. എന്നാലുള്ളൂ നമുക്കൊരു കടയെങ്കിലും കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊന്നും ഒരു കടയോ ഒന്നും നമുക്ക് കാണാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീടുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ സാധിക്കൂല. അപ്പോൾ നമുക്ക് ന്യൂയോർക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കണത്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തപ്പി പിടിച്ച് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സ്പൈസ് വില്ലേജ് എന്നാണ് കേട്ടോ പേര്.
അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കും. അതില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ പിന്നെ വേറെയിലേക്ക് കിടക്കുള്ളൂ. നമ്മൾ കേരള ദം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ പ്രോൺസ് കോക്കനട്ട് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് റോസ്റ്റ്, വൈറ്റ് റൈസ്, പൊറോട്ട ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേരള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അത് തേടി കണ്ടുപിടിച്ചിട്ട് കഴിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു സ്ഥലത്ത് നിന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ഫുഡുകൾ കിട്ടുമ്പോൾ അതാണ് ആദ്യം ചാടി പിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാലഡും അച്ചാറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോൺസിൻ്റെ ആ ഒരു ഡിഷൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സേമിയ പായസവും തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു ഫുഡുകളൊക്കെ. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ കേരള ഫുഡ്. ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ. അത് കേരള റെസ്റ്റോറൻ്റ് ആണ് ഫസ്റ്റ് തന്നെ. പിന്നെ അപ്പുറത്തേക്ക് ആയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഐസ്ക്രീം പാർലറുകളും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഡാം വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. ഈ ഒരു സമ്മർ സീസണിൽ പോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. നമുക്ക് പാർക്കിംഗ് ഫീയോ അല്ലെങ്കിൽ എൻട്രി ഫീ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.